ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ ചെന്ന് കുടിക്കാനായിട്ടുള്ള വെള്ളം വെച്ച്, ചൂടുവെള്ളം. കാരണം പിള്ളേർക്ക് എപ്പോഴും വെള്ളം വേണ്ടതുകൊണ്ട് ചൂടുവെള്ളം അത്യാവശ്യം. അത് കാരണം അതങ്ങ് അടുപ്പേ വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിന്നത്. ഒരുപാടുണ്ടായിരുന്നു കഴുകാനേ. പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോയതും പിന്നെ വൈകിട്ട് കാപ്പി വെച്ചതും സ്നാക്സ് കഴിച്ചതും എല്ലാമായിട്ട് കുറേ ഉണ്ടായിരുന്നു. പാത്രം കഴുകിയില്ല പിന്നെ നമുക്ക് ഒരു പണിയും നീങ്ങത്തില്ല, പെട്ടെന്ന് നീങ്ങത്തില്ല. ഇത് കിടക്കുന്ന കാരണം ഇത് തന്നെയായിരിക്കും മനസ്സിൽ വരുന്നത്, എന്ത് പണി ചെയ്തില്ല. അപ്പോൾ പിന്നെ പാത്രം ആദ്യം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ചെയ്തു. പിന്നെ തൂത്തുവാരി തുടച്ചു. അങ്ങനെ ലുട്ടിലൊടുക്ക് പണികളെല്ലാം ചെയ്ത് ഒതുക്കി പാത്രവും കഴുകി എല്ലാം വൃത്തിയാക്കി. പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് നമുക്ക് മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ദോശയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു. പിന്നെ ചായ വെച്ചു. ചായ നിർബന്ധമാണ് വൈകുന്നേരം 6 മണി 7 മണി ആകുമ്പോഴത്തേന് ചായ കുടിക്കുന്നത് പതിവ്. അത് കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഉഷാറില്ല. അപ്പോൾ പിന്നെ കുഞ്ഞിനുള്ള പാലും തിളച്ച് വന്നപ്പോഴത്തേന് മാറ്റി വെച്ചു. ഞങ്ങളും ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാവുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിട്ട് കലക്കി റെഡിയാക്കിയത് ഇഡലിക്കുള്ള തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എല്ലാത്തിനും മാവൊന്ന് ഒഴിച്ച് കൊടുത്തു. ഞങ്ങൾക്ക് 2 തട്ട് മതി ഇഡലി. ഒരാൾക്ക് ദോശ ഉള്ളതുകൊണ്ട് ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇഡലിയും റെഡിയായി. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയാണ് വൈകിട്ടത്തെ അത്താഴം കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.